വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ അതിന് ഹസ്ബൻഡ് സ്കൂളിട്ട് വരുന്നതിന് മുന്നേ അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവമാണ്. അവന് മാത്രമല്ല എനിക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ തട്ടുകടയിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിൽ നിന്നും വയനാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കാടമുട്ട ഫ്രൈ ഇല്ലേ, അതാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് മുട്ടനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഇവിടെ പെട്ടെന്ന് ഇതാവും കേട്ടോ. അപ്പം ഞാനത് നല്ല പുഴുങ്ങിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് ആദ്യം, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് അതിലൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഒരു കാടമുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും സിമ്പിളാണ് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇതാക്കി എടുത്താൽ മതി. സംഭവം ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ വയനാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. സംഭവം നമുക്ക് വിചാരിച്ചു എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്, വളരെ നമ്മൾ വീട്ടിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പം ഞാൻ ഈവനിങ്ങിൽ നമ്മൾ ഇതായിരുന്നു ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാൻ കാലിക്കറ്റ് ബീച്ചിൽ പോയാലും ഈ ഒരു സംഭവമാണ് വാങ്ങി കഴിക്കാറ്. അപ്പം ഞാനിവിടെ ഒരു ബോക്സിലുള്ള മുട്ട ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ്. ഉപ്പ ഉണ്ടായിരുന്നു ഈവനിങ്. ഉപ്പ ചായ അടിച്ചിട്ടല്ലേ പോവുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് ഉണ്ടാക്കിയാണ്. ഉമ്മാക്ക് പിന്നെ അത്ര ഇഷ്ടമല്ല, കഴിക്കും ആള്, പക്ഷേ നമ്മൾ അത്രയൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാനതൊക്കെ റെഡിയാക്കിയതിന് ശേഷം അസുകുട്ടൻ സ്കൂളിൽ നിന്ന് വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാമ്പിയിലേക്ക് ഇറങ്ങി നിന്നിരുന്നു. മുട്ടി കഴിച്ചോടോ. ഇതാ പഴംപൊരി ഉണ്ട്, കാടമുട്ട ഉണ്ട്. അസുവിന് ഇഷ്ടല്ലേ? കഴിച്ചോളി കേട്ടോ. എങ്ങനെയുണ്ട് അസു? ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാ? മോട്ടിക്ക് ഭയങ്കര ഇഷ്ടല്ലേ കാടമുട്ട അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാ? അമ്മ കഴിച്ചോളി. സംഭവം സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. അസുവോ എന്തേടാ ഉമ്മ എന്താ കഴിക്കണേ? ചോറോ? നിങ്ങൾക്ക് കാടമുട്ട ഉണ്ടമ്മ? ചോറുന്നില്ല, ഞാൻ തിന്ന് രണ്ടെണ്ണം. ടേസ്റ്റ് ഉണ്ടോ? അതെ, ഞാൻ പേടിച്ചപ്പോഴത് സ്കൂളിട്ട് വരിക. അതാ നല്ല മസാലയൊക്കെ ആയിട്ട് നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാം. സൈക്കിളാട്ടാ മത്സരം കുഞ്ഞോ. അപ്പോൾ ഈവനിങ് വ്ലോഗാണ് നമ്മൾ. അപ്പോൾ അലക്കിയതൊക്കെ ഉണ്ട്, അതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. എനിക്കിതൊക്കെ എടുക്കണം. അപ്പോൾ വെയിലുകൊണ്ട് ഒരു മണിക്കൂർ നിന്നാൽ മതി. നല്ല ചൂടല്ലേ, പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം നമ്മൾ മുറ്റത്തെ പുല്ലെല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ഫിനിഷാക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ പുല്ലെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. കാരണം ഇതുമെന്ന് മണ്ണെടുത്ത് ഇങ്ങനെ ഇതാവാതെ മെല്ലെ എടുക്കണം. അപ്പോൾ അതാണ് റിസ്ക്. അപ്പോൾ കണ്ടില്ലേ, ഫുൾ ഗാർഡനൊക്കെ ആയി സെറ്റാക്കി നമ്മളെ വീട്. ഇപ്പം മുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. പുല്ലെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പുതിയ ചെടികളൊക്കെ അതവിടെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടിരിക്കുക. കണ്ടില്ലേ, ഇതൊക്കെ പുതിയത് കൊണ്ടുവന്നാണ്. കുറേ ചെടിയുണ്ട് കേട്ടോ പുതിയതായിട്ട്. നമ്മൾ ഇതൊക്കെ മൂത്തമ്മയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയ വീഡിയോയിൽ അന്ന് ഞാൻ എടുത്തോണ്ടെന്നാണ്. പിന്നെ ഇതാ നല്ല പൂവിട്ട് നിൽക്കണേ. പിന്നെ ഇതാ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കൃഷി ഇതാ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടിരിക്കുക. ഇത് തക്കാളി ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്, മുളകുണ്ട്, വെണ്ടയ്ക്കുണ്ട്, കയ്പങ്ങ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ കോഴി ചിക്കുന്നതിനാണ് ഇങ്ങനെ വല കെട്ടിയത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഞാൻ അയൽക്കൂട്ടത്തിലുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ അയൽക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തൈകൾ തന്നിന്. അപ്പോൾ ആദ്യം ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെത്.
അപ്പോൾ ഇക്കതാ വലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതാണ് കോഴി ചിക്കാതെക്കാൻ വേണ്ടിയിട്ടോ. അപ്പം ഞാൻ അലക്കിയൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെയാണ് നമ്മളെ ടോയ്ലറ്റിൻ്റെ ഇവിടെയാണ് അലക്കിയതൊക്കെ കൊണ്ടുപോയിടുക. അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ മടക്കിയിട്ട് മുകൾക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ എൻ്റെതൊക്കെ വേറെ തിരിച്ച് ഉമ്മാൻ്റെ സെക്ഷനിലേക്ക് ആക്കിയിട്ട് എൻ്റെ മുകളിൽ കൊണ്ടുപോയി മടക്കി വെക്കലാണ്. ഇപ്പോൾ ഒരു ഇന്നത്തുമായിട്ട് ഒരു ലോഡായിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് ഇന്ന് നൈറ്റിൽ മടക്കി വെച്ച് ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അസോ ഈവനിങ് നടത്തത്തിന് ഇറങ്ങിയതാ? അമ്മ കുട്ടികളെ കൊണ്ട് എങ്ങോട്ടങ്ങൾ പോണേ? നമ്മളെ സ്വന്തം ചമ്പാറമ്പിലല്ലേ. ജ്യൂസ് കുടിക്കേ? എന്ത് ജ്യൂസ് നിങ്ങൾക്ക് അവിടെ അടിച്ചു വെച്ചിട്ടുള്ളേ? അവിടെ തമ്മി പുളിയച്ചാറും ലേസൊക്കെ തിന്നാൻ പോകും മമ്മിയും മക്കളും ഇട്ടോ, പേരക്കുട്ടികളും രണ്ടാളും ഉണ്ട്. അതോ വേടെ വീണോ അമ്മൂട്ടി? അങ്ങോട്ട് താഴോട്ട് വീണോ അമ്മേ? ഇങ്ങോട്ട് നോക്ക്, കിണർ പോലെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ഈവനിങ് ചായ ഒക്കെ കുടിച്ചതിന്റെ ശേഷം ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. എന്താ കയ്യില് കുറേ സാധനം വാങ്ങിച്ചു പോകുന്നതിനല്ല സിക്കത്ത്. ഐസൊക്കെ വാങ്ങിച്ചോ? ഐസ്, തുളസി, ഓറഞ്ച്. അപ്പം ചില ദിവസം ഞങ്ങൾ ഈവനിങ് ഇങ്ങോട്ട് വരാറുണ്ട്. ചെമ്പാറമ്പാണ്, നമ്മളെ വീടിൻ്റെ നേരെ മുകളിലാണ്. അപ്പോൾ ഞങ്ങളിതാ ഐസൊക്കെ കഴിക്കുകയാണ്. മുന്തിരി ഐസാണ്. അസും അപ്സിയും പാലൈസാണ് കഴിക്കണേ. കോല് ഇവിടെ ഒരു വേറെ വൈബാണ് അല്ലേ ഇല്ലമ്മ? ഇവിടെ ഇനി മറ്റേത് കണ്ടി എക്സിബിഷനൊക്കെ കൈലാറ് മറ്റുണ്ടാവും. ഇവിടെ ആൾക്കാർ മുന്നോട്ട് വരുന്നു. അപ്പൊ ഇതാ വാങ്ങി കൂട്ടിയത് എന്തൊക്കെയാ നോക്കിട്ടോ. ഇതെന്താ സമൂസ വാങ്ങിണേ. പിന്നെന്താ ഉള്ളത്? ഉമ്മാൻ്റെ ഇഷ്ടപ്പെട്ട മധുരത്തിൻ്റെ എന്താ പൂഞ്ചി, അത് വാങ്ങിണ്. അത് പിന്നെ കണ്ടാൽ ആളെന്തായാലും വാങ്ങി. പിന്നെ എന്താ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ ഒരുപാട് ഐസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇരുന്ന് കഴിക്കാൻ എൻ്റെ പ്ലാന്. അസുവിനൊന്നേ കൊടുക്കുള്ളൂ, രണ്ടാക്കും. പിന്നെന്താ ഒരു കോൽമുട്ടായി, ചുയിങ്ക്, അങ്ങനത്തെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മലമപ്പിത്ത ഐസ്ക്രീമോ? മലമപ്പിത്ത ഐസ്ക്രീമാ? അപ്പം എന്തായാലും ഞങ്ങളിവിടെ തീറ്റി മത്സരം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അമ്മ തീറ്റി മത്സരല്ലേ? തുടങ്ങി തന്നെ എൻ്റെ ഒപ്പം കൂടി. എൻ്റെ കൂടെ അല്ല പിന്നെ ആരെ കൂടെ ഞങ്ങൾ മത്സരത്തിനോട്? വയസ്സാം കാലത്ത് ഓരോ പൂതിയേ. പൂതി ആദ്യമല്ല, പൂതി അവസാനിച്ചപ്പം രണ്ടാമത് ആവർത്തിക്കുക, അത്രേ ഉള്ളൂ. ആദ്യം നല്ല കോലേജൊക്കെ തിന്നുണ്ട് അല്ലേ? കോളേജും ബട്ടറും എൻ്റെ ഒപ്പം ഒരു 10,000 ഉണ്ടാവുകയാണോ അങ്ങാടി കുട്ടികളെ എന്നെ പറ്റിച്ച. അതേ അപ്പോൾ ഈവനിങ് വൈബൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ കാറും ബൈക്കൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയും ഹസ്സുമൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കുറേ ചെക്കന്മാരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാനോട് പോകാൻ പറഞ്ഞ് ഞാനിത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചെമ്പാറമ്പെന്ന് ഈ ഒരു കയറ്റം കയറിയാൽ ഈ ഒരു ഇറക്കിറങ്ങിയാൽ നമ്മളെ വീടെത്തി. കയറാനും ഇറങ്ങാനൊക്കെ നമുക്ക് സുഖമാണ്. ഇത് കുറച്ച് കുത്തനെയുള്ള റോഡാണ്. കോൺക്രീറ്റും ടാറിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഈ റോഡ് ഓപ്പൺ ആയാലും നമുക്ക് നല്ല സുഖമാണ് എൻ്റെ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പെട്ടെന്ന് ഇറങ്ങാൻ ചാൻസ് ഉള്ള റോഡാണ്. ചെറുക്കല്ലാട്ടോ. അസോ പിടിച്ചോട്ടോ മാമ, പിടിച്ചോളേ. വീണോ കുഞ്ഞൂസേ? ഓടണേ, ഞങ്ങൾക്ക് കൈലോജി ചെറിയ കുട്ടിയല്ലേ.